പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചില വീഡിയോകൾ തുടങ്ങുമ്പോൾ പറയും ഇത് ഉറപ്പായും കാണണമെന്ന്. അങ്ങനെ ഉറപ്പായും കാണണമെന്ന് ഞാൻ പറയുന്ന ഒരു വീഡിയോ ആണിത്. അതിൻ്റെ കാരണം ഇത് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും. ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നിങ്ങൾ ഇന്ത്യൻ പൗരനാണോ? അതെന്ത് ചോദ്യമാണ്? പിന്നെ ഞാൻ ഇന്ത്യക്കാരനല്ലേ, അതുകൊണ്ടല്ലേ ഇന്ത്യ ലൈവ് കാണുന്നത്. ഇന്ത്യയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്ന, നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാളായ എൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾ ഇന്ത്യക്കാരനാണോ എന്ന് ചോദിക്കാൻ മിസ്റ്റർ സുനിൽ നിങ്ങൾക്കെങ്ങനെ ധൈര്യം വന്നു എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും. കാരണം നിങ്ങളൊരു ദേശാഭിമാനിയാണ്. പക്ഷേ ഞാൻ വീണ്ടും ചോദിക്കും, എന്താണ് തെളിവ്? പ്രിയ സുഹൃത്തെ, നിങ്ങൾ ഇന്ത്യൻ പൗരനാണ് എന്നതിന് എന്താണ് തെളിവ്? ഒരു കടലാസ് കാണിക്കാമോ? പിന്നെ ഒന്നോ എത്ര കടലാസ് വേണമെങ്കിലും കാണിക്കാം. ദാ നോക്ക്, എൻ്റെ ആധാർ കാർഡ്. ആധാർ കാർഡ് നിങ്ങൾ ഇന്ത്യൻ പൗരനാണ് എന്നതിന് തെളിവല്ല. 120 ദിവസം ഇന്ത്യയിൽ താമസിക്കുന്ന ആർക്കും ആധാർ കാർഡ് കിട്ടും. മനസ്സിലായോ? ഒരു അഡ്രസ്സ് പ്രൂവ് ചെയ്യാനുള്ള ഒരു രേഖ മാത്രമാണ്. ആധാറിന് വാലിഡിറ്റി ഇല്ല. അങ്ങനെയാണെങ്കിൽ റേഷൻ കാർഡുണ്ട്. റേഷൻ കാർഡ് നിങ്ങൾ പൗരനാണെന്ന് തെളിയിക്കുന്നില്ല. നിങ്ങൾക്ക് ചില ആനുകൂല്യങ്ങൾ തരാൻ വേണ്ടി മാത്രമുള്ള രേഖയാണ്. അങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ കയ്യിൽ എലക്ഷൻ ID കാർഡുണ്ട്. എലക്ഷൻ ID ഇപ്പോൾ സുപ്രീം കോടതിയും പറഞ്ഞു, എന്താണ് എലക്ഷൻ ID എന്ന് പറഞ്ഞാൽ പൗരന്മാർക്ക് മാത്രമാണ് വോട്ടവകാശമുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുണ്ട്, ഇന്ത്യയിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ഇന്ത്യയിലെ പൗരന്മാർക്ക് മാത്രമാണ്. അങ്ങനെ വോട്ട് ചെയ്യാൻ നിങ്ങൾ യോഗ്യനാണെങ്കിൽ നിങ്ങൾക്ക് എലക്ഷൻ ID കിട്ടും. പക്ഷേ അതിൻ്റെ തമാശ എന്താണെന്നറിയോ? നിങ്ങൾക്ക് കിട്ടുന്ന എലക്ഷൻ ID നിങ്ങളുടെ പൗരത്വ രേഖയല്ല. അതെന്താണ്? അതങ്ങനെയാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് പൗരത്വം കൊടുക്കാനുള്ള അവകാശമില്ല. പൗരത്വം കൊടുക്കാനുള്ള അവകാശം, അധികാരമുള്ളത് ഇന്ത്യ ഗവൺമെൻറ്റിന് മാത്രമാണ്. ഇലക്ഷൻ കമ്മീഷൻ ഒരു സ്വതന്ത്ര ബോഡി മാത്രമാണ്. അവർക്ക് പൗരത്വം കൊടുക്കുന്ന പണിയില്ല. ഇനി പൗരത്വം ഉണ്ടെങ്കിൽ മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നത് നേരാണ്. SIR വന്നപ്പോൾ കോടതി പറഞ്ഞു 11 രേഖകൾ. ഈ 11 രേഖകൾ പരിശോധിച്ച് വോട്ടർ പട്ടികയിൽ പേര് കൊടുക്കാം എന്ന് പറഞ്ഞു. ആ 11 രേഖകളിൽ പാൻ കാർഡുണ്ട്. നിങ്ങൾ പറയാം എനിക്ക് പാൻ കാർഡുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ത്യൻ പൗരൻ അല്ലെന്നേ. പാൻ കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊന്നും ഇങ്ങോട്ട് തരാനുള്ള പരിപാടിയല്ല, അങ്ങോട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ്. ടാക്സ് അടയ്ക്കാൻ, നികുതിയുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങോട്ടൊന്നും കിട്ടില്ല പാൻ കാർഡ് ഉള്ളതുകൊണ്ട്. എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, ശരിയാ. ഞാൻ ഇന്ത്യയിലെ ലൈസൻസൊക്കെ ആയിട്ട് വിദേശത്ത് പോയിട്ട് അവിടെ നിന്നും ലൈസൻസൊക്കെ എടുത്ത് എനിക്ക് ഇൻ്റർനാഷണൽ ലൈസൻസും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അല്ലെന്നേ, ഡ്രൈവിംഗ് ലൈസൻസിന് ഒരു വാല്യൂ ഇല്ല. എന്നാൽ പിന്നെ ഇന്നലെ വരെ ആളുകൾ പറയുമായിരുന്നു പാസ്പോർട്ടുണ്ട്, എനിക്ക് പാസ്പോർട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ത്യൻ പൗരനാണ്. അല്ലെന്നേ, സർക്കാർ ഇന്നലെ കോടതി പറഞ്ഞു പാസ്പോർട്ട് പൗരത്വ രേഖയല്ല. വളരെ മുമ്പേ അങ്ങനെ തന്നെയാണ്. പാസ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ട്രാവൽ ഡോക്യുമെൻ്റ് മാത്രമാണ്. നിങ്ങൾക്ക് ഈ രാജ്യത്ത് നിന്ന് വിദേശത്തേക്ക് പോകാനുള്ള അനുവാദം നൽകുന്ന ഒരു ഡോക്യുമെൻ്റ് മാത്രമാണ് പാസ്പോർട്ട്. മാത്രമല്ല, ഈ പാസ്പോർട്ട് നിങ്ങളുടെ അല്ല. നിങ്ങളുടെ അല്ലല്ലോ. എൻ്റെ പാസ്പോർട്ട്, എൻ്റെ പേരും എൻ്റെ അഡ്രസ്സും എൻ്റെ ഫോട്ടോയുള്ള പാസ്പോർട്ട് എൻ്റെ അല്ലല്ലോ. പാസ്പോർട്ടിൻ്റെ അവസാനം എഴുതിയിട്ടുണ്ട്, ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രോപ്പർട്ടിയാണ്, ചോദിക്കുമ്പോൾ തിരിച്ചു തരണം. അപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത ഞാനിത് പറയാൻ കാരണം, പാസ്പോർട്ട് പൗരത്വ രേഖയല്ല എന്ന് സുപ്രീം കോടതിയിൽ ഇന്ത്യ ഗവൺമെൻറ് വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പൗരനാണ് എന്നതിന് എന്താ തെളിവ്? ഒരു തെളിവുമില്ല. ജസ്റ്റ് സോയിൽ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. മണ്ണിൽ ജനിച്ച മണ്ണ് എന്നൊക്കെ വേണം പറയാം. അതായത് നമ്മൾ ഇന്ത്യയിൽ ജനിച്ചതുകൊണ്ട് ഇന്ത്യൻ പൗരന്മാരാണ്. 1987 വരെ ഇന്ത്യയിൽ ജനിച്ച എല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ് എന്നാണ് പറയുന്നത്. 87 വരെ. അപ്പോൾ 87-ന് ശേഷമുള്ളവരോ? പ്രശ്നമാണ്. 87-ന് മുമ്പുള്ളവർ ഇന്ത്യയിൽ ജനിച്ചതാണ്, ഓക്കെ ശരി, അതുകൊണ്ട് പൗരത്വം കിട്ടുമോ? പൗരത്വം 87-ന് മുമ്പ് ഇന്ത്യയിൽ ജനിച്ച എല്ലാവരും പൗരന്മാരാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഡോക്യുമെൻ്റ് എവിടെ? ബർത്ത് സർട്ടിഫിക്കറ്റ്. ശരി, ഓക്കെ, ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ചാൽ ശരിയെ നിങ്ങൾ ജനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യൻ പൗരനാണെന്നുണ്ടോ? ഒരു അമേരിക്കക്കാരൻ ഇവിടെ വന്നിട്ട് ജനിച്ചിട്ട് ഇന്ത്യൻ പൗരനാണെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റുമോ? ബൈ ബർത്ത് സിറ്റിസൺഷിപ്പ് കിട്ടും. സിറ്റിസൺഷിപ്പ് കിട്ടുന്ന 2-3 രീതികളുണ്ട്. ജനനം കൊണ്ട് പൗരത്വം കിട്ടും. ഭരണഘടന പറയുന്നതാണ്. നമുക്ക് അക്വയർ ചെയ്യാം, അപേക്ഷ കൊടുത്ത് പൗരത്വം എടുക്കാം. പക്ഷേ ഇതിനൊക്കെ എവിടെ ഡോക്യുമെൻറ്റ്? ഇന്ത്യൻ പൗരൻ എന്ന് പറയാൻ എന്തൊരു രേഖ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് CBSE അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറയാം. അതുകൊണ്ടെന്താ? അത് പൗരത്വമല്ല. നിങ്ങളിവിടെ സ്കൂളിൽ പഠിച്ചു, നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ചു, നിങ്ങളുടെ മേൽവിലാസമുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ പൗരത്വ രേഖ
തെളിയിക്കുന്ന, പൗരത്വം തെളിയിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ഇന്ത്യയിലില്ല. പക്ഷേ ഇന്ത്യക്കാരല്ലാത്ത ചിലർക്ക് പൗരത്വ രേഖയുണ്ട്. ഇന്ത്യയിൽ പൗരത്വ രേഖകളുള്ള ആളുകളുമുണ്ട്. മഹാഭൂരിപക്ഷത്തിനുമില്ല. ഇപ്പോൾ ഏറ്റവും പുതുതായി പൗരത്വ രേഖയുള്ള ആർക്കാണെന്നറിയോ? മഹാഭാഗ്യവാന്മാർക്ക്. നമ്മുടെ തൊട്ടടുത്ത രാജ്യങ്ങളായ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഈ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന അവിടങ്ങളിലെ ന്യൂനപക്ഷ സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് CAA, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് പ്രകാരം ഇങ്ങോട്ട് വന്ന ആളുകൾ പൗരത്വത്തിന് അപേക്ഷിച്ചപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ത്? പൗരത്വ രേഖ. എൻ്റെ കയ്യിലില്ല, നിങ്ങളുടെ ഇല്ലാത്ത ഡോക്യുമെൻ്റ് അവർക്കുണ്ട്. ഇനി അദ്നൻ സാമിയെ കിട്ടിയിട്ടില്ലേ? പാകിസ്ഥാനി സംഗീതജ്ഞൻ, പിയാനിസ്റ്റ്, ഗായകനൊക്കെയായ അദ്നൻ സ്വാമി പാകിസ്ഥാൻ പൗരനായിരുന്നു. 2016 ജനുവരിയിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ അദ്ദേഹം പൗരത്വത്തിന് അപേക്ഷിച്ചു. അദ്ദേഹത്തിന് പൗരത്വ രേഖയുണ്ട്. അതായത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന അദ്നൻ സാമി, ഞാൻ ഒരു പേര് മാത്രമേ പറഞ്ഞുള്ളൂ, നിങ്ങൾക്ക് പരിചിതമായൊരു പേര് പറഞ്ഞതാണ്. എനിക്കിപ്പോൾ അദ്ദേഹത്തോട് ബഹുമാനം മാത്രമല്ല ഉള്ളത്, നേരത്തെ ബഹുമാനം ഉണ്ടായിരുന്നു, ഗായകൻ എന്ന നിലയിൽ, കലാകാരൻ എന്ന നിലയിൽ. ഇപ്പോൾ എനിക്ക് അസൂയയാണ്. കാരണം എനിക്കില്ലാത്തത് അദ്ദേഹത്തിനുണ്ട്, നിങ്ങൾക്കില്ലാത്തതും ഉണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ ഇന്ത്യയിൽ പൗരത്വ രേഖയുള്ള ആളുകൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ. മഹാഭൂരിപക്ഷം ആളുകൾക്കും പൗരത്വ രേഖയില്ല. എന്ന് പറഞ്ഞാൽ ലോകത്തെവിടെയെങ്കിലും പോയി നിങ്ങൾ പൗരന്മാരാണോ, ഇന്ത്യൻ പൗരന്മാരാണ് എന്നതിൻ്റെ തെളിവ് ചോദിച്ചാൽ കൊടുക്കാൻ നമുക്കൊന്നുമില്ല. എന്നാൽ ആസാമിലെ ജനങ്ങൾക്കുണ്ട് കേട്ടോ. ആസാമിലെ ജനങ്ങൾക്ക് എങ്ങനെ ഉണ്ടായെന്നറിയാം? ആസാം അക്കോർഡ് എന്ന് പറയും. രാജീവ് ഗാന്ധിയുടെ കാലത്ത് ആസാം അക്കോർഡ് ആസാമിലെ പ്രക്ഷോഭകാരികളുമായി ഉണ്ടാക്കിയ കരാറാണ്. ആസാമിൽ ഈ പറഞ്ഞ പോലെ ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകളൊക്കെ നുഴഞ്ഞു കയറി ആസാം വലിയ പ്രക്ഷോഭത്തിലേക്ക് പോയി. വിദ്യാർത്ഥി പ്രസ്ഥാനം, ആസാം ഗണപരിഷത്തൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഉണ്ടായ സമയത്ത് അവിടെ ആസാമിലേക്ക് പുറത്തു നിന്ന് കുടിയേറിയ നുഴഞ്ഞു കയറി വന്നവരെയൊക്കെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു ഈ സമരം. അങ്ങനെ സമരത്തിൻ്റെ ഭാഗമായി ആസാമികളായ ആസാമിൽ ജനിച്ചു വളർന്ന ഇന്ത്യക്കാരുടെ കണക്കെടുത്തു. എന്നിട്ട് ആസാമിൽ ഒരു പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കി. ആസാമിലെ പൗരന്മാർക്ക് ആ പൗരത്വ രജിസ്റ്റർ പ്രകാരം ID കാർഡ് കൊടുത്തു. അപ്പോൾ ഇന്ത്യയിൽ പൗരത്വ രജിസ്റ്ററിൽ പേരുള്ള ആളുകൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വിദേശത്ത് നിന്ന് വന്ന് പൗരത്വത്തിന് അപേക്ഷിച്ച് പൗരത്വം സ്വീകരിച്ചവരും ആസാമിലെ ജനങ്ങളും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ലോകത്തെ സ്ഥിതി എങ്ങനെയാണെന്നറിയോ? നമ്മുടെ തൊട്ടടുത്ത രാജ്യം പാകിസ്ഥാനിൽ കമ്പ്യൂട്ടറൈസ്ഡ് നാഷണൽ ഐഡൻറ്റിറ്റി കാർഡ് CNIC, നാദ്ര എന്ന ഒരു സർക്കാർ ഏജൻസിയാണ് ഈ കാർഡ് കൊടുക്കുന്നത്. 18 കഴിഞ്ഞാൽ എല്ലാവർക്കും നിർബന്ധമാണ്. അവിടെ NICOP എന്ന് പറയുന്ന പൗരത്വ സ്മാർട്ട് കാർഡ് പാകിസ്ഥാനുണ്ട്, ഇന്ത്യക്കില്ല. ഇനി ബംഗ്ലാദേശിൽ 16 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും ആഭ്യന്തര വകുപ്പ് കൊടുക്കുന്ന ബയോമെട്രിക് സ്മാർട്ട് കാർഡുണ്ട്, പൗരത്വ കാർഡുണ്ട്. ഇനി ഗൾഫ് രാജ്യങ്ങളിൽ പോയാൽ അവിടെ നാഷണൽ ID ഉണ്ട്, UAE, എമിറേറ്റ്സ് ID. അത് പൗരന്മാരുടെ കാർഡാണെങ്കിൽ അവരുടെ ആ കാർഡിൽ എമിറാത്തി അല്ലെങ്കിൽ സൗദി എന്ന് എഴുതിയിരിക്കും. നിങ്ങൾക്കറിയാം, ഇത് കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്കറിയാം. അവിടുത്തെ ID കാർഡ് തരും. അവരുടെ ജനങ്ങളാണെങ്കിൽ എമിറാത്തി അല്ലെങ്കിൽ സൗദി എന്ന് എഴുതിയിരിക്കും. അത് അവരുടെ പൗരത്വമാണ്. പൗരത്വം തെളിയിക്കപ്പെട്ടു. പൗരത്വം തെളിയിക്കുന്ന ഒരു രേഖയുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഇന്ത്യൻ എന്ന് പറയുന്ന, നിങ്ങൾ പല അപേക്ഷകളിലും അപേക്ഷ പൂരിപ്പിക്കുമ്പോൾ നാഷണാലിറ്റി ഇന്ത്യൻ എഴുതും. എന്താ തെളിയിക്കുക? ആരെങ്കിലും തെളിവ് ചോദിച്ചാൽ കൊടുക്കാൻ എന്താ ഉള്ളത്? ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാർഡുകളെല്ലാം ഇൻവാലിഡാണ്, അസാധുവാണ്, പൗരത്വരേഖ അല്ല. പാസ്പോർട്ട് വെച്ചാൽ നമ്മൾ ഞാൻ ഇന്ത്യൻ പൗരനാണ്, ഇന്ത്യൻ പാസ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറയും. ഇല്ലെന്നേ, നിങ്ങളുടെ പാസ്പോർട്ട് പോലും അല്ല അത്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയാണ്. അത് പൗരത്വരേഖ അല്ല, ട്രാവൽ ഡോക്യുമെൻ്റ് മാത്രമാണെന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞു. ഇസ്രയേലിൻ്റെ കാര്യം നോക്കണം. ഇസ്രയേലിൽ 16 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും, അവർക്ക് എപ്പോഴും ID കാർഡ് കൊടുത്തിട്ടുണ്ട്. ആ കാർഡിൽ പൗരന്മാരാണോ അതോ അവിടെ സ്ഥിരതാമസക്കാരാണോ എന്ന് എഴുതിയിട്ടുണ്ട്. രണ്ടും രണ്ടാണ്. സ്ഥിരം താമസിക്കുന്നവർ പൗരന്മാരാവണോ എന്നില്ല. അപ്പോൾ ഇനി പൗരത്വം ഇല്ലാത്ത രാജ്യമുണ്ടോ? പൗരത്വ ഡോക്യുമെൻറ്റ് കാർഡ് ഇല്ലാത്ത രാജ്യമുണ്ടോ? ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞുതരാം. ബ്രിട്ടനിലില്ല. ബ്രിട്ടീഷുകാർക്ക് ഐഡൻറ്റിറ്റി തെളിയിക്കാൻ നമ്മളെ പോലെ ഒരു കാർഡും ഇല്ല. ബ്രിട്ടീഷുകാർ ഈ പറഞ്ഞ പോലെ ID കാർഡ് ആക്ട് പാസ്സാക്കി 2006.
എന്നിട്ട് എല്ലാവർക്കും ID കാർഡ് കൊടുക്കണം, പൗരന്മാർക്കെല്ലാം കാർഡ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ബ്രിട്ടനിൽ വലിയ പ്രക്ഷോഭം ഉണ്ടായി. വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള കൈകടത്തലാണ് എന്ന് പറഞ്ഞ് 2017 അത് റദ്ദാക്കി. അതിനുവേണ്ടി കളക്ട് ചെയ്ത മുഴുവൻ ഡോക്യുമെൻറ്റുകളും നശിപ്പിച്ചു, ഡാറ്റയും നശിപ്പിച്ചു. എന്താണെന്നറിയോ? കാർഡുണ്ടായാൽ ബ്രിട്ടനിൽ കുടിയേറിയിരിക്കുന്ന അനധികൃത നുഴഞ്ഞുകയറ്റക്കാരെ മുഴുവൻ കണ്ടുപിടിക്കുമായിരുന്നു. അവർ രാജ്യത്തെ പൗരന്മാരല്ല എന്ന് കണ്ട് പുറത്തു പോകേണ്ടി വരുമായിരുന്നു. ഇപ്പോൾ ബ്രിട്ടൻ 2016 കൊണ്ടുവന്നു, അതിനെ പരാജയപ്പെടുത്തി. 2011 അത് ഉപേക്ഷിച്ചതിന് ശേഷം 2026 എത്തുമ്പോൾ ബ്രിട്ടൻ ഇന്നൊരു ഇസ്ലാമിക രാജ്യമായി മാറിയിരിക്കുക. അതിനുവേണ്ടി അതിനെ തടസ്സപ്പെടുത്തുമെന്ന് കണ്ടിട്ടാണ് ബ്രിട്ടനിൽ ID കാർഡ് കൊണ്ടുവരുന്നതിനെ എതിർത്ത് തോൽപ്പിച്ചത്. ബ്രിട്ടന് പൗരത്വ കാർഡ് വേണ്ട എന്ന് തീരുമാനിച്ചു. ബ്രിട്ടീഷുകാരൻ ഭരിച്ച രാജ്യമാണല്ലോ ഇന്ത്യ. അതുകൊണ്ട് സ്വാഭാവികമായും അതാണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത്. ഇന്ത്യയിൽ ഐഡൻറ്റിറ്റി കാർഡ്, നാഷണാലിറ്റി കാർഡ് അല്ലെങ്കിൽ പൗരത്വ കാർഡ്, അങ്ങനെ തന്നെ പറയാം, പൗരത്വ കാർഡ് കൊടുക്കാൻ സമ്മതിക്കത്തില്ല. പൗരന്മാരുടെ ഒരു രജിസ്റ്റർ ഉണ്ടാക്കാൻ സമ്മതിക്കത്തില്ല. എന്താ, ഈ രാജ്യത്തെ ജനങ്ങൾ, ഈ രാജ്യത്തെ ആളുകളാണ്, ഇവിടുത്തെ പൗരന്മാരാണ് എന്നത് സംബന്ധിച്ച് ഒരു കാർഡ് ഉണ്ടാക്കുമ്പോൾ കാർഡ് കൊടുക്കുന്നവരുടെ പേര് രജിസ്റ്ററിൽ എഴുതി വെക്കണം. അതാണ് പൗരത്വ രജിസ്റ്റർ. അങ്ങനത്തെ ഒരു പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കാൻ കോൺഗ്രസ് സമ്മതിക്കത്തില്ല, CPM സമ്മതിക്കത്തില്ല, മുസ്ലിം ലീഗ് സമ്മതിക്കുകയില്ല. ഇങ്ങനെ സമ്മതിക്കില്ല. എന്താ കാര്യം എന്നറിയോ? ബ്രിട്ടൻ, ഉദാഹരണം ബ്രിട്ടനാണ്. അങ്ങനെ കാർഡ് ഉണ്ടാക്കിയാൽ പൗരന്മാരെ കണ്ടെത്തും. പൗരന്മാരല്ലാത്ത ആളുകൾ ഈ രാജ്യത്ത് ഉണ്ടെങ്കിൽ അവർ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരല്ല എന്ന് ഡിക്ലെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് പറ്റുന്നറിയോ? ഇവിടെ നുഴഞ്ഞു കയറിയിരിക്കുന്ന വലിയ വിഭാഗം ആളുകൾക്ക് പുറത്തു പോകേണ്ടി വരും. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇന്ത്യയിൽ പൗരത്വ കാർഡ് വേണ്ട എന്ന് പറയുന്നത്, പൗരത്വ രജിസ്റ്ററും വേണ്ട എന്ന് പറയുന്നത്. സത്യത്തിൽ വേണ്ടത് ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും, പാകിസ്ഥാന് പോലും ആകാമെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യക്ക് ആയിക്കൂടാ? ഒരു ശരിയായ കാര്യമല്ലേ? അത് നടപ്പാക്കാൻ സമ്മതിക്കാത്ത മുസ്ലിം സംഘടനകളുടെ ലക്ഷ്യമെന്താ? അവരെന്താ പറഞ്ഞു വെക്കുന്നത്? സിമ്പിൾ, ഞങ്ങളുടെ ആളുകൾ ഒരുപാട് പേർ ഇവിടെ ഇന്ത്യൻ പൗരന്മാരല്ലാത്തവരുണ്ട്, അവരെ കണ്ടുപിടിക്കുമെന്നുള്ളതുകൊണ്ട് പൗരത്വ രേഖയും വേണ്ട, പൗരത്വ രജിസ്റ്ററും വേണ്ട, പൗരത്വ കാർഡും വേണ്ട. ഏതായാലും വളരെ പെട്ടെന്ന് സുപ്രീം കോടതിയിൽ പൗരത്വ രേഖയല്ല പാസ്പോർട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വലിയ നാഴികക്കല്ലാണ്, ഒരു ടേണിംഗ് പോയിൻ്റാണ്. SIRലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യയിൽ വോട്ടവകാശമില്ലാത്തവരായി കണ്ടെത്തി. വോട്ടവകാശമില്ലാത്തത് ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർക്കാണ്. ഇന്ത്യൻ പൗരന്മാർക്കും മാത്രമുള്ള അവകാശമാണ് വോട്ടവകാശം. പതുക്കെ നിങ്ങൾ ഈ പറഞ്ഞു വയ്ക്കുന്ന, നിങ്ങൾ എതിർത്ത് തോൽപ്പിക്കുന്ന ഈ പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കുന്നതിനെയും പൗരത്വ കാർഡ് ഉണ്ടാക്കുന്നതിനെയും തോൽപ്പിക്കാൻ വേണ്ടി ഈ നാട്ടിലെ രാജ്യവിരുദ്ധ ശക്തികൾ, മുസ്ലിം അപ്പീസ്മെൻറ്റ് ഫോഴ്സുകൾ ചെയ്തുകൊണ്ടിരുന്ന കളി പാളിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കെ പ്രിയപ്പെട്ടവരെ, നമ്മളും ഈ രാജ്യം, ഈ രാജ്യത്തെ പൗരന്മാരുടേത് മാത്രമാണ് എന്ന തരത്തിലേക്ക് മാറാൻ പോവുകയാണ്. അങ്ങനെ ഈ രാജ്യത്തിന് ഇനി മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ ബ്രിട്ടൻ്റെ മറ്റൊരു ഫോട്ടോ കോപ്പിയായി മാറും. ബ്രിട്ടൻ നമ്മുടെ മുന്നിലുണ്ട്, ഒരു പാഠപുസ്തകം പോലെ. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ കാലത്ത് രാജ്യത്ത് ഉറപ്പായും ഉണ്ടാകും, ഒരു സംശയവുമില്ല, എനിക്കൊരു സംശയമില്ല. പൗരത്വ കാർഡുണ്ടാവും, പൗരത്വ രജിസ്റ്ററും ഉണ്ടാവും. ഇതിനെ രണ്ടിനെയും എതിർക്കുന്നവർ, ഈ രാജ്യത്ത് ഇന്ത്യക്കാരല്ലാത്ത ആളുകൾ സമൃദ്ധമായി തഴച്ചു വളരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇന്ത്യക്കാരല്ലാത്തവർ ഇന്ത്യയിൽ താമസിച്ചാൽ അവരുടെ ലക്ഷ്യം എന്തായിരിക്കും? ഇന്ത്യയെ തകർക്കുക എന്നതായിരിക്കും. അതിനെതിരെ നമ്മൾ ജാഗരൂകരായിരിക്കണം. അപ്പോഴും നമ്മൾ ഓർക്കണം, നമുക്ക് പൗരത്വ കാർഡ് തരാൻ, ഇന്ത്യക്കാരനാണ് എന്നത് ഒരു കാർഡ് തന്നൊരു രജിസ്ട്രി ഉണ്ടാക്കാൻ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി തയ്യാറാണ്. പക്ഷേ അതിനെ എതിർക്കുന്നവർ ആരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് നമുക്ക് പൗരത്വ കാർഡ് ഈ പാകിസ്ഥാനിൽ പോലും ഉണ്ടായിട്ടും നമുക്ക് കിട്ടാത്തതെന്നും നമ്മൾ തിരിച്ചറിയണം. ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അതുകൂടെ ചെയ്യണം.